ഹോർമൂസ് കടലിടുക്കിന്റെ നീല തിരമാലകൾക്ക് മുകളിൽ വീണ്ടും യുദ്ധത്തിന്റെ കരിനിഴൽ പടരുകയാണ്. ആകാശപ്പരപ്പിലെ സാമ്രാജ്യത്വത്തിന്റെ നിരീക്ഷണ കണ്ണുകളെ പേർഷ്യൻ പുരാണങ്ങളിലെ വില്ലാളി വീരനായ ആരാഷിന്റെ അദൃശ്യ ശരങ്ങൾ തകർത്തെറിഞ്ഞിരിക്കുന്നു. മാസങ്ങൾ നീണ്ട ഇസ്രായേൽ ആക്രമണങ്ങളുടെ അഗ്നി പരീക്ഷകൾക്കൊടുവിലും ഇറാന്റെ പ്രതിരോധ കോട്ടകൾ തകർക്കാനാവാത്തതാണെന്ന പ്രഖ്യാപനവുമായി ഒരു പുതിയ വ്യോമ പ്രതിരോധ യുഗം പിറവിയെടുത്തിരിക്കുകയാണ്. അമേരിക്കയുടെ അഭിമാനമായ MQ-9 റീപ്പർ ഡ്രോണുകൾ തകർന്നു വീഴുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ യുദ്ധ സമവാക്യങ്ങൾ മാറിമറിയുകയാണോ? പേർഷ്യൻ ഗൾഫിന്റെ ഹൃദയത്തുടിപ്പായ ഗേഷം ദ്വീപിന് സമീപമാണ് ആകാശത്തെ വിറപ്പിച്ച ആ പോരാട്ടം 2 ദിവസം മുമ്പ് നടന്നത്. അധിനിവേശത്തിന്റെ അസ്ത്രങ്ങളെ പ്രതിരോധത്തിന്റെ പരിച കൊണ്ട് നേരിട്ട ചരിത്രമുള്ള ഇറാൻ തങ്ങളുടെ ആയുധപുരയിൽ നിന്ന് ഇതാദ്യമായി ഒരു പുത്തൻ പ്രതിരോധ സംവിധാനം പുറത്തെടുത്തു. റഡാറുകളുടെ കണ്ണുവെട്ടിക്കാനുള്ള അത്ഭുത ശേഷിയുണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ ആയുധത്തിന്റെ ആദ്യ യുദ്ധകാല പരീക്ഷണമായിരുന്നു ഇത്. ബന്ദർ അബ്ബാസിന് സമീപമുള്ള തങ്ങളുടെ സൈനിക താവളങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്കുള്ള കനത്ത തിരിച്ചടിയായിരുന്നു ഇറാന്റെ ഈ നടപടി. ഒരു അമേരിക്കൻ വ്യോമതാവളം തന്നെ ഞങ്ങൾ തകർത്തു എന്നായിരുന്നു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ലോകത്തെ അറിയിച്ചത്. ഭൂമിശാസ്ത്രപരമായി ഏറെ തന്ത്രപ്രധാനമായ ഈ കപ്പൽപാതയിൽ വെച്ച് അമേരിക്കയ്ക്ക് തങ്ങളുടെ ആകാശക്കണ്ണ് നഷ്ടപ്പെടുമ്പോൾ പാശ്ചാത്യ ലോകം അമ്പരപ്പിലാണ്. ഇറാന്റെ ഈ അവകാശവാദങ്ങളെ അന്താരാഷ്ട്ര വിശകലന വിദഗ്ധർ തികഞ്ഞ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. എങ്കിലും ഇതിന് പിന്നിലെ തന്ത്രം യുക്തിസഹമാണെന്ന് അവർ സമ്മതിക്കുന്നു. ലണ്ടനിലെ കിങ്സ് കോളേജിലെ സെക്യൂരിറ്റി സ്റ്റഡീസ് സീനിയർ ലെക്ചറായ മാർക്ക് ഹിൽബോൺ നിരീക്ഷിക്കുന്നത് മിസൈൽ രൂപകൽപ്പന ചെയ്ത ഇറാൻ തികച്ചും സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ട്. ലളിതവും ചെലവ് കുറഞ്ഞതുമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സങ്കീർണമായ വലിയ ആയുധങ്ങളെപ്പോലും ഭീഷണിയിലാക്കാൻ ഇറാന് സാധിക്കും. യുദ്ധത്തിന്റെ സാമ്പത്തിക വശങ്ങളെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ അവർ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നു എന്നാണ്. എന്തായിരിക്കാം യഥാർത്ഥത്തിൽ ഈ ആരാഷ് കമാൻഡ് ഗിയർ? ഹൊറൈസൺ എൻഗേജിലെ സെക്യൂരിറ്റി അനലിസ്റ്റായ അലക്സ് അൽമേഡയുടെ നിരീക്ഷണമനുസരിച്ച് ഇത് പരമ്പരാഗത വ്യോമ പ്രതിരോധ റഡാർ കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നില്ല. ഇലക്ട്രോ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ഹീറ്റ് സീക്കിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഒരു പോപ്പ് ആപ്പ് സംവിധാനമാകാം ഇത്. ശത്രുവിന്റെ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുന്നതുവരെ ആകാശത്ത് വട്ടമിട്ട് കാത്തുനിൽക്കാൻ ശേഷിയുള്ള ചെറുതും മാരകവുമായ ആയുധം. ശത്രുവിന് എളുപ്പത്തിൽ തകർക്കാൻ കഴിയുന്ന വലിയ റഡാർ ബാറ്ററികൾക്ക് പകരം എളുപ്പത്തിൽ ഒളിപ്പിക്കാനും വേഗത്തിൽ മാറ്റാനും കഴിയുന്ന ഇത്തരം മൊബൈൽ ലോഞ്ച് സംവിധാനങ്ങളിലാണ് ഇറാൻ ഇപ്പോൾ നിക്ഷേപം നടത്തുന്നത്. നിരീക്ഷണ ആവശ്യങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുന്ന വേഗത കുറഞ്ഞ MQ-9 റീപ്പർ ഡ്രോണുകൾ ഇത്തരം സംവിധാനങ്ങൾക്ക് മുന്നിൽ പെട്ടെന്ന് തകർന്നടിയും എന്നതിൽ തർക്കമില്ല. പാരീസിലെ സയൻസസ് സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ നിക്കോർ ഗ്രാജേവ്സ്കിയുടെ വാക്കുകൾ പറഞ്ഞാൽ ഡ്രോൺ എത്ര ഉയരത്തിലാണ് പറന്നിരുന്നതെന്ന് വ്യക്തമല്ലെങ്കിലും ഇറാൻ ഇനിയും വ്യോമ പ്രതിരോധ ശേഷി ബാക്കിയുണ്ടെന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. ഇറാന്റെ പഴയ റഡാർ ശൃംഖലകളും റഷ്യൻ നിർമ്മിത S-300 പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രായേൽ US ആക്രമണങ്ങൾ തകർന്നുപോയെന്ന പാശ്ചാത്യ നിഗമനങ്ങളെയാണ് ഈ ഒറ്റ സംഭവം നിഷ്പ്രഭമാക്കിയിരിക്കുന്നത്. അത്യാധുനിക യുദ്ധവിമാനങ്ങളെ തടയാൻ കഴിഞ്ഞില്ലെങ്കിലും അമേരിക്കയെയും ഇസ്രായേലിനെയും കൂടുതൽ ചിലവേറിയ മിസൈൽ ഉപയോഗിക്കാൻ നിർബന്ധിതരാക്കാൻ ഈ ചടുല പ്രതിരോധത്തിന് കഴിയും. നിർമ്മാണ ചെലവ് കുറഞ്ഞ ഷഹീദ് ഡ്രോണുകൾ ഇറാനി തുറന്നും ഉപയോഗിക്കാമെന്നത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഏതൊരു സംഘർഷത്തിലും അവർക്ക് സാമ്പത്തികമായ മേൽക്കൈ നൽകും. പാശ്ചാത്യ വിശകലന വിദഗ്ധർ പലപ്പോഴും തങ്ങളുടെ സ്വന്തം മാനദണ്ഡങ്ങൾ വെച്ചാണ് ഇറാന്റെ മിസൈൽ ശേഷിയെ അളക്കുന്നത്. എന്നാൽ ഇറാന്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കിയാൽ തങ്ങളെക്കാൾ വളരെ ശക്തനായ ഒരു ശത്രുവിനെതിരെ പോരാടുമ്പോൾ അതിജീവനത്തിലും ചടുലതയിലുമാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 2025 ജൂണിലെ യുദ്ധത്തിന് ശേഷവും അന്താരാഷ്ട്ര നിലവാരമനുസരിച്ച് വലിയ തോതിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉൽപ്പാദിപ്പിക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ US-ഉമായുള്ള വെടിനിർത്തൽ ചർച്ചകളിൽ ഹോർമൂസ് കടലിടുക്കിന്മേലുള്ള തങ്ങളുടെ ഭാഗിക നിയന്ത്രണം ഒരു തന്ത്രമായി ഉപയോഗിക്കാൻ ഇറാൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ ഡ്രോൺ വേട്ട നടന്നത്. ചാരമായി മാറിയത് വെറുമൊരു ഡ്രോൺ മാത്രമല്ല, ഇറാന്റെ പ്രതിരോധ ശേഷി തകർത്തുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ അമിത ആത്മവിശ്വാസം കൂടിയാണ്. ചർച്ചകളുടെ മേശപ്പുറത്ത് തങ്ങളുടെ മേൽക്കൈ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഇറാൻ പ്രഖ്യാപിക്കുമ്പോൾ ഈ പ്രതിരോധ തന്ത്രം മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും തീർക്കുന്ന പുതിയ തലവേദനകൾ ചെറുതായിരിക്കില്ല.